നമസ്കാരം. എൻ്റെ പേര് പ്രണവ്. ഞാൻ കർത്താവ് ക്രിയാകർമ്മം എന്ന സിനിമയിൽ റോബിൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ്. അതായത് നമ്മുടെ സ്ഥിരം സിനിമ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപശ്ചാത്തലമുള്ളൊരു സിനിമയാണ്. അതേപോലെ തന്നെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് നിർമ്മിച്ച സിനിമയാണ്. അപ്പം നമ്മളിതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അറിയുകയാണെങ്കിൽ നമുക്കൊട്ടും നമ്മൾ പ്രതീക്ഷിക്കില്ല ഇത്രയും എന്താ പറയുക, ചെറിയ പരിമിതികൾക്കുള്ളിൽ നിന്ന് നിർമ്മിച്ചൊരു സിനിമയാണ് നമുക്ക് തോന്നാത്ത വിധം അത്രയും പെർഫെക്റ്റാക്കിയിട്ട് മാക്സിമം അടിപൊളിയായിട്ട് തന്നെ ചെയ്തൊരു സിനിമയാണ്. അപ്പം സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ അഭിലാഷ് ചേട്ടനെ കുറിച്ചാണ്. അപ്പം അഭിലാഷ് ചേട്ടന് ഈ ഒരു കഥ, അതായത് ഈ ഒരു സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള അതായത് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഷൂട്ടിൻ്റെ കാര്യത്തിലായാലും ക്രൂവിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട് എങ്ങനെ വരണം എന്നുള്ള രീതിയിലായാലും ഒക്കെ എങ്ങനെ വേണം എന്നുള്ളൊരു കൃത്യമായ ഒരു പ്ലാനിങ്ങും വിഷനും അഭിലാഷ് ചേട്ടന് കറക്റ്റായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അഭിലാഷ് ചേട്ടൻ്റെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ സിനിമയ്ക്ക് നമുക്ക് അറിയാം ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി. ഒരുപാട് സിനിമ ഫെസ്റ്റിവലിൽ നമ്മളെ സിനിമ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് മികച്ച റിവ്യൂസാണ് ലഭിച്ചത്. ഇതിനൊക്കെ എന്താ പറയുക, അഭിലാഷേൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെയും ഡെഡിക്കേഷൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഇതിൻ്റെ ഒരു ഇത്രയും നല്ലൊരു ഔട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് പുറത്തേട്ട് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ ക്രൂ മെമ്പേഴ്സും എല്ലാവരുടെയും, അതായത് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ, അതായത് ഓരോ ക്രൂ മെമ്പേഴ്സിൻ്റെയും ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കൂടിയാണ് ഈ സിനിമ. പറഞ്ഞ പോലെ തന്നെ വളരെ പരിമിതികൾക്കുള്ളിൽ നിന്ന് നിർമ്മിച്ച ഒരു സിനിമയാണെന്ന് നമുക്കൊരിക്കലും ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ ഓരോ ക്രൂവും അതേപോലെ തന്നെ ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് ആയാലും എഡിറ്റിംഗ് ആയാലും മിക്സിങ്ങും എല്ലാം വളരെ നമ്മുടെ സിനിമാ മേഖലയിൽ തന്നെ വളരെ പ്രശസ്തമായ ആൾക്കാർ ഒക്കെയാണ് ഇതിന് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ സിനിമയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ സിനിമയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മാറിയിട്ടൊരു വ്യത്യസ്തമായൊരു രീതിയിൽ ഉള്ളൊരു ജേണർ സിനിമയാണ്. അപ്പം അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരുപാട് ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്താണ് ഇങ്ങനെ ഒരു ഔട്ടിലേക്ക് എത്തിയത്. അപ്പം അതിന് എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല. അതിന് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം നമ്മൾ ഇതിൻ്റെ ഡയറക്ടർ അഭിലാഷ് ചേട്ടൻ്റെ ഒരു ഹാർഡ് വർക്കാണ് ഇതിനൊക്കെ ഇതൊരു റിസൾട്ടായിട്ട് വരാൻ കാരണം. അപ്പം ഇനിയും ഇതേപോലെ ഒരുപാട് നല്ല നല്ല സിനിമകൾ അഭിലാഷ് ചേട്ടന് ചെയ്യാൻ കഴിയട്ടെ. ഇനിയും വലിയ രീതിയിൽ വലിയൊരു ക്യാൻവാസിൽ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ മുന്നോട്ട് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവിധ സപ്പോർട്ടും പിന്തുണയുമായി ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. അപ്പം